ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഇത് സുരേഷ് ഏട്ടൻ. ഞാനിപ്പോൾ ഉള്ളത് ടെറ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പിലാണ്, കിൻഫ്രയിലാണ്. കിൻഫ്ര F ബ്ലോക്കിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഇവിടുത്തെ പ്രോഡക്റ്റും അതുപോലത്തെ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അടിപൊളി സംഭവമാണ്. കെട്ടിട നിർമ്മാണ മേഖലയിൽ വീടെടുക്കാൻ അതുപോലെ തന്നെ പിന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി കൺസെപ്റ്റാണ്. അവർക്ക് ഓൾമോസ്റ്റ് കട്ടിള, ജനല്, വിൻഡോസ് അല്ലേ, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്? വീടുമായിട്ട് സംബന്ധിച്ച എല്ലാം ഉണ്ട്. വീടുമായിട്ട് സംബന്ധിച്ച എല്ലാ സംഗതിയും ഉണ്ട്. പിന്നെ ഫർണിച്ചർ ഐറ്റംസ് അടക്കം. ഓക്കെ. നമുക്ക് എന്നാ പിന്നെ അതൊന്ന് കണ്ടുകൂടെ എന്നാലേ? ഇപ്പൊ നിലവിൽ ഫർണിച്ചർ ഐറ്റംസ് ഇവിടെ കാണിക്കാനില്ല. എല്ലാം നമ്മുടെ ഓർഡർ അനുസരിച്ച് ഓരോ സ്ഥലത്ത് എത്തിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ നേരെ കമ്പനിക്ക് അകത്തേക്ക് കിടക്കാം അല്ലേ? ശരി, അപ്പൊ ഓക്കെ, നമുക്ക് കമ്പനി പോയി കാണാം. ഓക്കെ, സുരേഷ് ഏട്ടാ, ഹായ്. ഇവിടെ പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണെന്നുള്ളത് ബ്രീഫ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? പ്രൊഡക്റ്റുകൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വീടുമായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, അതായത് ഗേറ്റ് മുതൽ റൂഫിംഗ് വർക്ക് എല്ലാം ഉണ്ട്. അത് നമ്മൾ ടാറ്റൻ്റെ ഷീറ്റ് നമ്മൾ ഇറക്കുന്നത് തന്നെയാണ്. ഇവിടുന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. CNC ഇവിടുന്ന് ചെയ്യുന്നത്. അതുപോലെ ബെൻഡിങ് മെഷീൻ ഉണ്ട്, ഫോൾഡ് ചെയ്യുന്ന മെഷീനാണ്. നമ്മൾ ഈ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ കട്ടിലെ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ മെഷീനിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെയൊക്കെ സൈഡ് ബോഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 1-2 വർക്ക്ഷോപ്പിലെ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. ഇതില് നിങ്ങൾക്ക് എത്ര ശതമാനം നമുക്ക് ഒരു വീടിന്റെ ചെലവില് കുറവ് വരുത്താൻ വേണ്ടി പറ്റും? മരത്തിന് പകരം ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40% കുറവ് ചെയ്യാൻ പറ്റും. 40% കുറവ് വരുത്താം. മാത്രം ലൈഫ് വളരെ കൂടുതലും അല്ലേ? ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും 30 ഇയേഴ്സിന് അധികം നമ്മളിപ്പോൾ ഒരു വീട് ആരും നിലനിർത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്തായാലും 30 വർഷത്തിലധികം എന്തായാലും കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പുതിയ പിള്ളേരൊക്കെ വളരുമ്പോൾ അടുത്ത പുതിയ മോഡലിലുള്ള വീടെടുക്കുക. അപ്പോൾ അന്ന് ആ സമയത്ത് ഇതിനെക്കാട്ടിയും വേറെ ടെക്നോളജി വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് നമ്മൾ പിന്നെ ഇവിടെ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്ന സ്ഥലം. അതായത് കട്ടിങ് ബെൻഡിങ് അങ്ങനെയുള്ള കാര്യം. ഇത് കട്ടിങ് മെഷീനാണ്. ഇതിൻ്റെ റീപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. CNC വന്നതിന് ശേഷം ഇതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ റീപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യുന്നു. പിന്നെ കാര്യമായിട്ടുള്ള ബെൽഡിങ്ങും പെയിന്റൊക്കെ മേലെയാണ് അല്ലേ? ഓക്കെ. പിന്നെ ഈ ജനൽ നമ്മൾ പറഞ്ഞാൽ ഈ സെൻട്രൽ പീസ് ശരിക്കും ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു പീസാണ്, ബാക്കി മൊത്തത്തിലൊരു പീസാണ്. ഇതിന് ഉള്ളിൽ ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ബെൽഡിങ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ഇതിൻ്റെ ഉള്ളിലാണ് ബെൽഡിങ്. പിന്നെ ഇതെല്ലാം ലോക്കിംഗ് ആണ്. ഉണ്ടോ? ബെൽഡിംഗ് ഒന്നും ഇവിടെ വരുന്നില്ല. പിന്നെ അപ്പോളോയുടെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്, 16 kg. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞത് പിന്നെ ജസ്റ്റ് ഒരു സെറ്റിങ്ങിന് മാത്രമേ നമ്മുടെ മാനുവലായിട്ടുള്ള വെൽഡിങ് വെക്കുന്നത്. ബാക്കി മിഗ് വെൽഡിലാണ് ചെയ്യുന്നത്. മിഗ് വെൽഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വിൻഡോ ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഡോറായിട്ട് കംപ്ലീറ്റ് മിഗ് വെൽഡിലാണ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പെയിന്റിംഗ് സെക്ഷനിലേക്ക് നോക്കാം. സുരേഷ് ഏട്ടാ, നമ്മളിപ്പോ പിന്നെ ഒരു വീടെടുക്കുന്ന സമയത്ത് ആ പ്ലാനുമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് ഞങ്ങൾ ഓർഡർ തരേണ്ടത്? അത് നിങ്ങൾ പ്ലാനുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെ അളവും കാര്യം കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ മൊത്തം എമൗണ്ടിൻ്റെ കൊട്ടേഷൻ റെഡി ആയി കഴിഞ്ഞാൽ 50% അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇതാണ് പറയുന്നത്. പക്ഷേ അർജൻറ്റായിട്ട് വരുന്ന ആൾക്ക് നമ്മൾ ഓവർ ടൈം രാത്രി പിന്നെ വർക്കേഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർജൻറ്റായിട്ട് വരുന്നവർക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരുപാട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബോഡി ഫില്ല് ചെയ്തിട്ടാകുമ്പോൾ ഒരു 2 ദിവസം അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അല്ലാണ്ട് പെട്ടെന്ന് അടിച്ച് കൊടുക്കാറില്ല. ഇവിടെ കണ്ടോ, എല്ലാ തരത്തിലുള്ള ജനലും അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. സുരേഷ്, ഇതെന്താണ് ഈ വർക്ക്?
ഇത് നമ്മൾ ഓരോ കസ്റ്റമറെ ഓരോ ഗേറ്റിന് വെക്കാനും അതുപോലെ വീട്ടിൻ്റെ അകത്ത് വെക്കാനും ഓരോ ഡിസൈൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പം ഒരു പൂക്കളും അതിൻ്റെ ഇടയിലൊരു ഓം എന്നുള്ള ചിഹ്നം കൂടി ആയിട്ടുള്ളതാണ്. അത് പല രീതിയിലുള്ള ആൾക്കാരും പല സൈസിലാണ് വന്ന് ചോദിക്കാറ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ ചെലവ് വരുന്നത്? ഇത് ചിലവ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനും ഇതിൻ്റെ മെഷീൻ പണിയെടുക്കുന്ന ടൈമും വെച്ചിട്ടാണ്. അതായത് ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന ഈ ഡിസൈൻ ആണോ ചെയ്തു വരുന്നത്? ഇതാണ് ചെയ്തു വരുന്നത്. ഇപ്പം ഇതിൻ്റെ ചെയ്തിട്ട് ഏകദേശം ഒരു ഇത്രയും ഭാഗമായി. അതിൻ്റെ കംപ്ലീറ്റ് ഇനി മേലോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്. പിന്നെ ഇതുപോലെ നെയിമാണ്, കാർത്തിക എന്നുള്ളൊരു നെയിമാണ്. ഇത് നെയിം ബോർഡാണ് അടുത്ത ഡിസൈൻ. നമ്മൾ വീട്ടിൻ്റെ ഗേറ്റിനൊക്കെ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ട് വാളിന് വെക്കാനും അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. ഇത് എത്ര mm ഷീറ്റാണ് ശരിക്കും ഇവിടെ വർക്കിന് വരുന്നത്? വർക്ക് ചെയ്യാൻ വരുന്നത് 1 mm മുതൽ 4 mm വരെയുള്ള ഷീറ്റ് നമുക്ക് ഇതിനകത്ത് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അത്രയും ട്രൈ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അത് 1.5 ടാറ്റ ഗാൽവന ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് CNC ചെയ്തിരിക്കുന്ന വർക്കുകൾ. ഇതൊക്കെ CNC വന്നിരിക്കുന്ന വർക്കുകളാണ്. ഇതാണ് ടെറയുടെ ഓഫീസ്. അപ്പോൾ വീടെന്ന സ്വപ്നമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺസ്ട്രക്ഷനിൽ വലിയൊരു ചെലവ് ചുരുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആശയമാണ് സ്റ്റീൽ ഡോറ്, വിൻഡോസ്, കട്ട്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.